Dear viewers, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ലാർജ് പോപ്പുലേഷനിൽ നിന്നും നമ്മൾ കുറച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സാമ്പിൾസിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നു. ആ സാമ്പിൾസിൻ്റെ അരിത്തമെറ്റിക് മീനും അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ അരിത്തമെറ്റിക് മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതായത് ഈ നമ്മൾ സെലക്ട് ചെയ്ത സാമ്പിൾസിൻ്റെ മീനും അതുപോലെ തന്നെ ആ സാമ്പിൾസ് നമ്മൾ എടുത്തിട്ടുള്ള പോപ്പുലേഷൻ്റെ അരിത്തമെറ്റിക് മീനും തുല്യമാണോ അതോ ഡിഫറൻ്റ് ആണോ എന്നാണ് നമ്മൾ ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് സെറ്റിംഗ് അപ്പ് ഓഫ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ അതിനാദ്യം നമ്മൾ H0 അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നു. ദർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല, വിച്ച് മീൻസ് സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. രണ്ടും തുല്യമാണ്. ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് H0 ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, ദർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട് എന്ന് വെച്ചാൽ ഇത് രണ്ടും തുല്യമല്ല, ഡിഫറൻ്റ് ആണ് എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ അവിടെ നമ്മൾ H1 ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മ്യൂ നോട്ട് ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് യൂസ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈഡിങ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ആണ്. നമ്മൾ ഏത് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ആണ് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സാമ്പിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഡിസൈഡ് ചെയ്യുന്നത്. സാമ്പിളിൻ്റെ സൈസ് 30 അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മളതിനെ ലാർജ് സാമ്പിൾ ടെസ്റ്റ് എന്ന് വിളിക്കും. സാമ്പിളിൻ്റെ സൈസ് 30 കുറവാണെങ്കിൽ നമ്മളതിനെ സ്മോൾ സാമ്പിൾ ടെസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജ് സാമ്പിളിൻ്റെ കേസസിൽ അപ്ലൈ ചെയ്യുന്നത് ഇസഡ് ടെസ്റ്റും സ്മോൾ സാമ്പിളിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യുന്നത് ടി ടെസ്റ്റുമാണ്. അപ്പോൾ ഡിസൈഡിങ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ എന്നുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സാമ്പിളിൻ്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യാം. സോ ഇഫ് ദ സാമ്പിൾ സൈസ് ഈസ് ലാർജ്, ദ ടെസ്റ്റ് യൂസ്ഡ് ഈസ് ഇസഡ് ടെസ്റ്റ്. ഇഫ് ദ സാമ്പിൾ സൈസ് ഈസ് സ്മോൾ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ, the test used is Z test. If the sample size is small and population standard deviation is not known, the test applied is T test. ലാർജ് സാമ്പിൾ ടെസ്റ്റാണ് വരുന്നതെങ്കിൽ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുന്നത് ഇസഡ് ടെസ്റ്റ് തന്നെയായിരിക്കും. പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാലും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നില്ലെങ്കിലും സാമ്പിളിൻ്റെ സൈസ് 30 അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇസഡ് ടെസ്റ്റ് തന്നെയാണ്. ഇനി സാമ്പിളിൻ്റെ സൈസ് 30 കുറവാണെങ്കിലും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇസഡ് ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി സാമ്പിളിൻ്റെ സൈസ് 30 കുറവാണ്, സ്മോൾ സാമ്പിളാണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മളവിടെ അപ്ലൈ ചെയ്യേണ്ടത് ടി ടെസ്റ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. അപ്പോൾ ഇവിടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇസഡ് ആയിരിക്കും അല്ലെങ്കിൽ ടി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റ്യന് അനുസരിച്ചിട്ട് നമ്മൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കാണാനുള്ള ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ ആയിരിക്കും. വേർ എക്സ് ബാർ ഈക്വൽ ടു സാമ്പിൾ മീൻ, മ്യൂ നോട്ട് ഈക്വൽ ടു പോപ്പുലേഷൻ മീൻ, SE ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ മീനാണ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസിൻ്റെ മീനാണ്. അതുപോലെ മ്യൂ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ സാമ്പിൾസ് സെലക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ്റെ മീനാണ്.
അതുപോലെ SE എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് എററാണ്. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമുക്ക് 4 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് ഫോമുലയാണുള്ളത്. അപ്പോൾ അതിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിലാദ്യത്തേത്, ഇഫ് സാമ്പിൾ സൈസ് ഈസ് ലാർജ് ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. സാമ്പിളിൻ്റെ സൈസ് ലാർജാണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോമുല, സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n. ഇവിടെ സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, n എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്, ഇഫ് സാമ്പിൾ സൈസ് ഈസ് സ്മോൾ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്, പക്ഷേ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് അറിയാം. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എഗെയിൻ സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് n. സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, n എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. മൂന്നാമത്തെ സിറ്റുവേഷൻ, ഇഫ് സാമ്പിൾ സൈസ് ഈസ് ലാർജ് ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ. സാമ്പിളിൻ്റെ സൈസ് ലാർജാണ്, പക്ഷേ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് അറിയില്ല. അപ്പോൾ ഈ കേസിൽ നമ്മൾ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. സോ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ റൂട്ട് n. എസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, n എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. ദെൻ നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇഫ് സാമ്പിൾ സൈസ് ഈസ് സ്മോൾ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ. സാമ്പിൾ സൈസ് സ്മോൾ ആണ്, പക്ഷേ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോമുല എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n മൈനസ് 1. എസ് എന്ന് പറയുന്നത് ഇവിടെയും സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, n എന്ന് പറയുന്നത് അതിൻ്റെ സാമ്പിൾ സൈസാണ്. ഓക്കെ, ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇസഡ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓൾവേസ് ഇസഡ് ടെസ്റ്റിന് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. അതുപോലെ ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്റ്റെയിനിങ് ദ ടേബിൾ വാല്യൂ ആണ്. ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെയും ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ടേബിൾ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഏതാണോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, ഇസഡ് ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം, ടി ആണെങ്കിൽ ടിയുടെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും ബേസ് ചെയ്യണം, അതുപോലെ തന്നെ ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ബേസ് ചെയ്യണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ 1% എന്നോ 5% എന്നോ 10% എന്നോ പറയുന്നുണ്ടെങ്കിൽ ആ ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് എ ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഓർ ടു റിജക്റ്റ് H0. നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് തീരുമാനങ്ങൾ എടുക്കുന്നത് ടേബിൾ വാല്യൂവിൻ്റെയും കാൽക്കുലേറ്റഡ് വാല്യൂവിൻ്റെയും ബേസിസിലാണ്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ആക്സെപ്റ്റ് H0, അതർവൈസ് റിജക്റ്റ് ഇറ്റ്. നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അതിൻ്റെ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റ് ചെയ്ത ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ അതിൻ്റെ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഡെസിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ 6 സ്റ്റെപ്പാണ് ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്ന ഈ ടെസ്റ്റിനുള്ളത്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ്.
രണ്ടാമത്തെ സ്റ്റെപ്പ് ഡിസൈഡിങ് ദ ടെസ്റ്റ് ക്രൈറ്റീരിയൻ ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ്. നാലാമത്തെ സ്റ്റെപ്പ് ഫൈൻഡിങ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഒബ്റ്റെയിനിങ് ദ ടേബിൾ വാല്യൂ ആണ്. ആറാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ ടേക്കിംഗ് ദ ഡിസിഷൻ വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എച്ച് നോട്ടാണ്. അപ്പോൾ ഈ 6 സ്റ്റെപ്പും നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സാമ്പിൾ ഓഫ് സൈസ് 400 വാസ് ഡ്രോൺ and the sample mean was found to be 99. Test whether this sample could have come from a normal population with mean of 100 and standard deviation of 8 at a 5% level of significance. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് വളരെ കൃത്യമായിട്ട് പറയുന്നു സാമ്പിൾ സൈസ് 400 ആണ്. അതുപോലെ തന്നെ ആ 400 സാമ്പിൾസിൻ്റെ മീൻ, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 99 ആണ്. അപ്പോൾ സാമ്പിൾ മീനിനെ നമ്മൾ എക്സ് ബാർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സാമ്പിൾ സൈസിനെ എൻ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ വേണ്ടി പറയുന്നത്? ടെസ്റ്റ് വെദർ ദിസ് സാമ്പിൾ കുഡ് ഹാവ് കം ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ ഓഫ് 100 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 8. ഈ 400 സാമ്പിൾസും ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തതാണോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് മീൻ 100ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8ഉമായിട്ടുള്ള ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തതാണോ ഈ 400 സാമ്പിൾസും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഗിവൺ ടേംസ് എന്ന് പറയുന്നത് എൻ 400 ആണ്, എക്സ് ബാർ 99 ആണ്, മ്യൂനോട്ട് എന്ന് പറയുന്ന പോപ്പുലേഷൻ്റെ മീനാണ്, ദാറ്റ് ഈസ് 100. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, ദാറ്റ് ഈസ് 8. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. അതുപോലെ ദ സാമ്പിൾസ് ഹാവ് കം ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ ഓഫ് 100 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 8, അല്ലെങ്കിൽ മ്യൂ ഈക്വൽ ടു 100. ഇങ്ങനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അതായത് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 400 സാമ്പിൾസും നേരത്തെ പറഞ്ഞ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തതാണ് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അതിനുശേഷം ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ H1 സെറ്റ് ചെയ്യും. എങ്ങനെയാണ് H1 സെറ്റ് ചെയ്യുക? ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദ സാമ്പിൾസ് ഹാവ് നോട്ട് കം ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ ഓഫ് 100 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 8. ആ സാമ്പിൾസ് എവിടെ നിന്ന് സെലക്ട് ചെയ്തതല്ല, 100 മീനായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 ആയിട്ടുള്ള ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളതല്ല ഈ സാമ്പിൾസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ദാറ്റ് ഈസ് മ്യൂ നോട്ട് ഈക്വൽ ടു 100. പോപ്പുലേഷൻ മീൻ 100 അല്ല എന്നാണ് നമ്മളവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ. നൾ ഹൈപ്പോത്തിസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ടെസ്റ്റ് ക്രൈറ്റീരിയൻ ഡിസൈഡ് ചെയ്യുന്നത്? നമ്മുടെ സാമ്പിൾ സൈസിൻ്റെ ബേസിലാണ്. ഇവിടെ സാമ്പിളിൻ്റെ സൈസ് എത്രയാണ്? 400 എന്ന് പറയുമ്പം മോർ ദാൻ 30 ആണ്. അപ്പോൾ ഇതൊരു ലാർജ് സാമ്പിൾ ടെസ്റ്റാണ്. അതുപോലെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. ഇനി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നാലും തന്നില്ലെങ്കിലും സാമ്പിളിൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് ഇസഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കും. സോ സിൻസ് ദ സാമ്പിൾ സൈസ് ഈസ് ലാർജ് വി അപ്ലൈ ഇസഡ് ടെസ്റ്റ്. ഇനി ഇതൊരു 2 tailed ടെസ്റ്റ് ഫോളോ ചെയ്യും.
എന്തുകൊണ്ടാണ് ഇത് ടു ടൈൽഡ് ടെസ്റ്റ് ഫോളോ ചെയ്യുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഒരു കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇൻക്രീസ്, ഡിക്രീസ്, പ്രൊമോഷൻ, ഈ രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പാരിസനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആ ടെസ്റ്റ് വൺ ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. അതല്ല എങ്കിൽ ആ ടെസ്റ്റ് ടു ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും. സോ പ്രസൻറ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് കമ്പാരിസൺസിനെ കുറിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഈ സാമ്പിൾസ് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതാണോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ടെസ്റ്റ് എന്ത് ഫോളോ ചെയ്യും? ടു ടൈൽഡ് ടെസ്റ്റ് ഫോളോ ചെയ്യും. സോ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കുക? ഇവിടെ Z ആണ് നമ്മളുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞു സാമ്പിളിൻ്റെ സൈസ് ലാർജാണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? സിഗ്മ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് n ആയിരിക്കും. ദാറ്റ് ഈസ് സിഗ്മ 8 ആണ്, റൂട്ട് n റൂട്ട് 400 ആണ്. ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 20 കിട്ടും. ദാറ്റ് ഈസ് 0.40. അപ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കിട്ടി 0.40. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള വാല്യൂ എന്തായിട്ട് മാറും? 99 മൈനസ് 100 ഡിവൈഡഡ് ബൈ 0.40 എന്നായിട്ട് മാറും. അവിടെ ഞാനൊരു മോഡുലസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എക്സ് ബാർ ചെറുതും മ്യൂ നോട്ട് വലുതുമാണെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ നോട്ട് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പറാണ് നമ്മൾക്ക് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എപ്പോഴും ഇസഡ് വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ ടേബിൾ വാല്യൂ ആയിരിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ നെഗറ്റീവ് സിമ്പൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ മോഡുലസ് ഓഫ് വാല്യൂ എടുക്കുന്നത്. മോഡുലസ് വാല്യൂ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് എന്തായിട്ട് മാറും? പോസിറ്റീവ് നമ്പേഴ്സായിട്ട് മാറും. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജനറലി ഈ മോഡുലസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇനി മോഡുലസ് നെഗറ്റീവ് നമ്പർ മാത്രം വരുന്ന സമയത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. സോ മോഡുലസ് ഓഫ് 99 മൈനസ് 100 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് -1 ആയിരിക്കും. ദാറ്റ് ഈസ് +1 ഡിവൈഡഡ് ബൈ 0.4. ദാറ്റ് ഈസ് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇസഡ് ഈസ് ഈക്വൽ ടു 2.5. ഇനി നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. 5% ആണ് അതിൻ്റെ ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. സോ 0.05 ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. ഇസഡ് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ എല്ലായ്പ്പോഴും ഇസഡ് ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി ഈ ടെസ്റ്റ് ടു ടൈൽഡ് ടെസ്റ്റ് ഫോളോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സോ ടു ടൈൽഡ് ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 5% ലെവലിൽ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഇസഡിൻ്റെ ടേബിൾ വാല്യൂ 1.96 ആണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 2.5 ആണ്. നമ്മൾക്ക് കിട്ടിയ ടേബിൾ വാല്യൂ 1.96 ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസിഷൻ ക്രൈറ്റീരിയ. ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ടേബിൾ വാല്യൂ ഓഫ് ഇസഡിനേക്കാൾ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യും, കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ കാൽക്കുലേറ്റഡ് വാല്യൂ 2.5 ആണ്, ടേബിളിലുള്ള വാല്യൂ 1.96 ആണ്. സോ ഇസഡിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ അതിൻ്റെ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യും. എച്ച് നോട്ടിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും? ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് H1നെ ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് the samples have not come from a normal population with mean of 100 and standard deviation of 8. ഇങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ കൂടുതലാണ്. സോ നമ്മൾ H0 റിജക്റ്റ് ചെയ്യും, എന്നിട്ട് H1നെ ആക്സെപ്റ്റ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ രണ്ടാമതൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ മീൻ ലൈഫ് ഓഫ് 100 light tubes produced by a company is computed to be 1570 hours with a standard deviation of 120 hours. The company claims that the average life of the tubes produced by them is 1600 hours.
using the level of significance of 0.05 is the claim acceptable? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കമ്പനി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന 100 ലൈറ്റ് ട്യൂബ്സിൻ്റെ ആവറേജ് ലൈഫ് കണ്ടുപിടിച്ചു. അത് 1570 മണിക്കൂറാണ്. അതുപോലെ ആ 100 ട്യൂബ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120 അവേഴ്സാണ്. ഇനി കമ്പനിയുടെ ക്ലെയിം എന്താണ്? ദ കമ്പനി ക്ലെയിംസ് ദാറ്റ് ആവറേജ് ലൈഫ് ഓഫ് ദ ട്യൂബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം ഈസ് 1600 അവേഴ്സ്. കമ്പനിയുടെ ക്ലെയിം എന്ന് പറയുന്നത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ലൈറ്റ് ട്യൂബ്സിൻ്റെയും ആവറേജ് ലൈഫ് 1600 അവേഴ്സ് ആണെന്നും, പക്ഷേ കമ്പനി 100 സാമ്പിൾസ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൻ്റെ ആവറേജ് ലൈഫ് 1570 മണിക്കൂറാണെന്നും ആ 100 ബൾബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 120 അവേഴ്സ് ആണെന്നുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ സാമ്പിൾ സൈസ് n എന്ന് പറയുന്നത് 100 ആണ്. സോ അത് ലാർജ് സാമ്പിളാണ്. അതുപോലെ തന്നെ എക്സ് ബാർ സാമ്പിളിൻ്റെ മീൻ എന്ന് പറയുന്നത് 1570 മണിക്കൂറാണ്. അതുപോലെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് 120 അവേഴ്സാണ്. സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എസ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ മ്യൂ നോട്ട് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആ കമ്പനിയുടെ എൻറ്റയർ ഔട്ട്പുട്ടിൻ്റെയും ആവറേജ് ലൈഫ് 1600 അവേഴ്സ് ആണെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സോ അതാണ് പോപ്പുലേഷൻ്റെ മീൻ 1600 മണിക്കൂർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസും അതുപോലെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം എച്ച് നോട്ട് എഴുതുന്നു. എച്ച് നോട്ട് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും അതുപോലെ തന്നെ പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നുമില്ല. ഡിഫറൻസ് ഇല്ലെങ്കിൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. അങ്ങനെയാണെങ്കിൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ 100 ബൾബുകളുടെ ആവറേജ് ലൈഫ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? 1600 മണിക്കൂറിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ക്ലെയിം ആക്സെപ്റ്റബിൾ ആയിരിക്കും. ഇതാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ്. ഇനി വീണ്ടും നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇവിടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും അതുപോലെ തന്നെ പോപ്പുലേഷൻ മീനും തമ്മിൽ എന്തുണ്ട്? സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തുല്യമല്ല, ഡിഫറൻ്റ് ആണ്. ദാറ്റ് ഈസ് ദി ആവറേജ് ലൈഫ് ഓഫ് ദി ട്യൂബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പനി ഈസ് നോട്ട് 1600 അവേഴ്സ്. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ബൾബുകളുടെ അല്ലെങ്കിൽ ആ 100 ബൾബുകളുടെ ആവറേജ് ലൈഫ് എത്രയല്ല? 1600 മണിക്കൂറല്ല. എന്ന് വെച്ചാൽ കമ്പനിയുടെ ക്ലെയിം ആക്സെപ്റ്റബിൾ അല്ല. എച്ച് നോട്ടിൽ നമ്മൾ പറയുന്നു കമ്പനിയുടെ ക്ലെയിം ആക്സെപ്റ്റബിൾ ആണ്. എച്ച് വണ്ണിൽ നമ്മൾ പറയുന്നു കമ്പനിയുടെ ക്ലെയിം നോട്ട് ആക്സെപ്റ്റബിൾ ആണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ടേംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. n 100 ആണ്, എക്സ് ബാർ 1570 ആണ്, എസ് 120 ആണ്, മ്യൂ നോട്ട് 1600 ആണ്. സോ സാമ്പിൾ സൈസ് ലാർജ് ആണ്. നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യും? പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നില്ലെങ്കിലും സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് ഇസഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യും. ഈ കേസിലും ക്വസ്റ്റ്യനിൽ കമ്പാരിസനെ കുറിച്ച് പറയുന്നില്ല. ഇൻക്രീസ് എന്നോ ഡിക്രീസ് എന്നോ പ്രൊമോഷൻ എന്നോ ആ രീതിയിലുള്ള ഒരു തരത്തിലുള്ള കമ്പാരിസനെ കുറിച്ചിട്ടും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ ടെസ്റ്റും ടു ടൈൽഡ് ടെസ്റ്റ് ഫോളോ ചെയ്യും. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ദാറ്റ് ഈസ് എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി സാമ്പിളിൻ്റെ സൈസ് ലാർജാണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയില്ല, പക്ഷേ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയാം. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഫോർമുല എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എൻ. എസ് എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, എൻ എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണ്. സോ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 100. ദാറ്റ് ഈസ് 120 ഡിവൈഡഡ് ബൈ 10 കിട്ടും. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മളത് ഇസഡ് കാണാനുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇസഡ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1570 മൈനസ് 1600 ഹോൾ ഡിവൈഡഡ് ബൈ 12. സോ മോഡുലസ് ഓഫ് -30 എന്ന് കിട്ടും.
അതിനെ പോസിറ്റീവ് 30 ആയിട്ട് കൺസിഡർ ചെയ്യും. സോ പോസിറ്റീവ് 30 ഡിവൈഡഡ് ബൈ 12 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് വാല്യൂ നമുക്ക് കിട്ടും 2.5. ദെൻ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റി ആണ്. ദെൻ ടേബിൾ വാല്യൂ ഓഫ് ഇസഡ് 2 ടൈൽഡ് ടെസ്റ്റിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇൻഫിനിറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.96 ആണ്. സോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ടേബിൾ വാല്യൂ ഓഫ് ഇസഡിനേക്കാൾ കൂടുതലാണെങ്കിൽ H0 റിജക്റ്റ് ചെയ്യും, കുറവാണെങ്കിൽ H0 ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഇസഡിൻ്റെ കാൽക്കുലേറ്റഡ് വാല്യൂ 2.5 ആണ്, ഇസഡിൻ്റെ ടേബിൾ വാല്യൂ 1.96 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ഇസഡ് ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ 1.96 at 5% level of significance for infinite degree of freedom. So we reject H0 and accept H1. അപ്പോൾ H0 റിജക്റ്റ് ചെയ്യുന്നു, H1നെ ആക്സെപ്റ്റ് ചെയ്യുന്നു. H1നെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസ് ഉണ്ട്. അതായത് ദ കമ്പനീസ് ക്ലെയിം ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ, കമ്പനിയുടെ ക്ലെയിം അൺആക്സെപ്റ്റബിൾ ആണ് എന്നാണ് നമ്മളതിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദി ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ്സ് വാസ് ഫൗണ്ട് ടു ബി 1200 hours with a standard deviation of 150 hours. Test whether these bulbs could be considered as a random sample from a normal population with mean 1300 hours. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്: 26 ഇലക്ട്രിക് ബൾബ്സിൻ്റെ ആവറേജ് ലൈഫ് ടെസ്റ്റ് ചെയ്തു, 1200 മണിക്കൂർ എന്ന് കിട്ടി. ആ 26 ബൾബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 150 hours ആണ്. ടെസ്റ്റ് വെദർ these bulbs could be considered as a random sample from a normal population with a mean of 1300 hours. അപ്പോൾ നമ്മളോട് പറയുന്നു ഈ 26 ബൾബുകളും 1300 മണിക്കൂർ ആവറേജ് ലൈഫുള്ള ഒരു നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്ത സാമ്പിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യാം. എൻ സാമ്പിൾ സൈസ് ഈക്വൽ ടു 26. എക്സ് ബാർ സാമ്പിളിൻ്റെ മീൻ 26 ബൾബിൻ്റെ ആവറേജ് ലൈഫ് 1200 മണിക്കൂറാണ്. എക്സ് ബാർ 1200. എസ് സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് 150 മണിക്കൂറാണ്. എസ് ഈസ് ഈക്വൽ ടു 150. അതുപോലെ മ്യൂ നോട്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സോ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നോർമൽ പോപ്പുലേഷൻ്റെ മീൻ 1300 മണിക്കൂറാണ്. സോ മ്യൂ നോട്ട് കിട്ടി. അപ്പോൾ ഈ കേസിൽ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾക്ക് തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേസിൽ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് ടി ടെസ്റ്റ് ആയിരിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദർ ഈസ് നോ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസസ് ഒന്നുമില്ല. വിച്ച് മീൻസ് സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻസ് ആർ ഈക്വൽ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും ഈക്വൽ ആണെങ്കിൽ ദ ബൾബ്സ് കുഡ് ബി കൺസിഡേർഡ് ആസ് എ റാൻഡം സാമ്പിൾ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 1300 hours. അപ്പോൾ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അത് തുല്യമാണെങ്കിൽ ആ 26 ബൾബുകളും 1300 മണിക്കൂർ ആവറേജ് ലൈഫുള്ള നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് നമ്മൾ H0 സെറ്റ് ചെയ്യുന്നത്. ഇനി H1 ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് കൂടി നമ്മളവിടെ സെറ്റ് ചെയ്യുന്നു. ദർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ദീസ് ബൾബ്സ്
could not be considered as a random sample from a normal population with mean 1300 hours. ഈ 26 ബൾബുകളും 1300 മണിക്കൂർ ആവറേജ് ലൈഫുള്ള നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തതല്ല എന്നുള്ളതാണ് ഈ കേസിൽ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ എൻ കിട്ടി 26 ആണ്, എക്സ് ബാർ 1200 ആണ്, എസ് 150 ആണ്, മ്യൂ നോട്ട് 1300 ആണ്. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. സോ നമ്മളവിടെ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് ടി ടെസ്റ്റ് ആയിരിക്കും. ഈ കേസിലും ഈ ടെസ്റ്റ് ടു ടൈൽഡ് ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. കമ്പാരിസനെ കുറിച്ചിട്ടൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ഈ ഫോർമുലയിൽ നിന്നും സ്റ്റാൻഡേർഡ് എറർ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നു. സാമ്പിൾ സൈസ് ഈസ് സ്മോൾ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോട്ട് നോൺ. ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് തന്നിട്ടില്ല, നമ്മൾക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, പക്ഷേ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 divided by square root of 26 minus 1, that is 150 divided by square root of 25, that is equal to 150 divided by 5 എന്ന് കിട്ടും. സോ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ ടി കാണാനുള്ള ഫോർമുലയിൽ നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ, ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1200 minus 1300 whole divided by 30 എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് 1200 മൈനസ് 1300 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് നെഗറ്റീവ് 100 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 100 ഡിവൈഡഡ് ബൈ 30. സോ ടിയുടെ വാല്യൂ എന്ത് കിട്ടും? 3.33. ടിയുടെ വാല്യൂ 3.33 ആണെങ്കിൽ നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടി. ഇനി നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യണം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ ഒന്നും പറയാത്തത് കൊണ്ട് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ഈ കേസിൽ അപ്ലൈ ചെയ്തത് ടി ടെസ്റ്റ് ആണ്. ടി ടെസ്റ്റിൻ്റെ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 25. ഇനി ടേബിൾ വാല്യൂ ഓഫ് ടി കണ്ടുപിടിക്കുന്നു. എങ്ങനെയാണ് ടേബിൾ വാല്യൂ ഓഫ് ടി കണ്ടുപിടിക്കുക? 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 25 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ടിയുടെ ടേബിൾ വാല്യൂ, അത് ടു ടൈൽഡ് ടെസ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.06 ആണ്. ഇനി നമ്മളുടെ ഡിസിഷൻ, എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്? കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി ടേബിൾ വാല്യൂ ഓഫ് ടിയേക്കാൾ ചെറുതാണെങ്കിൽ എച്ച് നോട്ട് ആക്സെപ്റ്റ് ചെയ്യും, വലുതാണെങ്കിൽ എച്ച് നോട്ട് റിജക്റ്റ് ചെയ്യും. ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ 3.33 ആണ്, ടേബിൾ വാല്യൂ 2.06 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് മോർ ദാൻ ദ ടേബിൾ വാല്യൂ ഓഫ് ടി. അതുകൊണ്ട് തന്നെ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിനെ ആക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ബൾബ്സ് കുഡ് നോട്ട് ബി കൺസിഡേർഡ് ആസ് എ റാൻഡം സാമ്പിൾ ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് മീൻ 1300 അവേഴ്സ്. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻ്റായ ഡിഫറൻസ് ഉണ്ടെന്നും ആ 26 ബൾബുകളും 1300 മണിക്കൂർ ആവറേജ് ലൈഫുള്ള നോർമൽ പോപ്പുലേഷനിൽ നിന്നും സെലക്ട് ചെയ്തതല്ല എന്നുള്ളതുമാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി was distributing a particular brand of soap through a number of retail shops. Before a heavy advertisement campaign, the mean sales per week per shop was 140 dozens. After the campaign, a sample of 20 shops was taken and mean sales was found to be 147 dozens with a standard deviation of 16. Can you consider the advertisement effective? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്.
ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനി ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് സോപ്പ് റീറ്റെയിൽ ഷോപ്പുകൾ വഴി സെല്ല് ചെയ്യുന്നു. ആ കമ്പനി ഒരു ഹെവി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് നടത്തുന്നുണ്ട്. അത് നടത്തുന്നതിന് മുൻപായിട്ട് ഒരു ഷോപ്പിലുള്ള ആവറേജ് സെയിൽസ് പെർ വീക്ക് എന്ന് പറയുന്നത് 140 ഡസൻസ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തിയതിന് ശേഷം കമ്പനി 20 ഷോപ്പുകളെ സാമ്പിൾസായിട്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെയുള്ള മീൻ സെയിൽസ് കണ്ടുപിടിക്കുന്നു. അത് 147 ഡസൻസ് ആണെന്ന് പറയുന്നു. അതുപോലെ ആ 20 ഷോപ്പിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 16 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. സോ നമ്മൾക്കറിയാം സാമ്പിൾ സൈസ് N20 ആണ്. അതുപോലെ 20 സാമ്പിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അത് എസ് ആണ്, അത് 16 ആണ്. 20 സാമ്പിൾസിൻ്റെ മീൻ 147 ഡസൻസ് ആണ്. ഇനി പോപ്പുലേഷൻ്റെ മീൻ അത് മ്യൂനോട്ടാണ്, അത് 140 ആണെന്ന് ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് മുമ്പ് കമ്പനി റീറ്റെയിൽ ഷോപ്പുകൾ വഴി സെയിൽസ് നടത്തുമ്പോൾ ആ എൻറ്റയർ റീറ്റെയിൽ ഷോപ്സിൻ്റെയും ആവറേജ് സെയിൽസ് എന്ന് പറയുന്നത് 140 ഡസൻസ് ആയിരുന്നു. സോ നമ്മുടെ മ്യൂനോട്ട് അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ ഈ കേസിൽ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേസിലും അപ്ലൈ ചെയ്യുന്നത് ടി ടെസ്റ്റ് തന്നെയായിരിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് H0 H1 എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ H0 എഴുതുന്നു. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിളിൻ്റെ മീനും പോപ്പുലേഷൻ്റെ മീനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് മുമ്പും അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് ശേഷവും എല്ലാ ഷോപ്സിലുമുള്ള ആവറേജ് സെയിൽസ് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് അത് തുല്യമാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് എന്തില്ല, ഇഫക്റ്റീവ്നെസ് ഇല്ല. സാധാരണഗതിയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പുകളുടെ ആവറേജ് സെയിൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ചേഞ്ചസ് ഒന്നുമില്ല, അത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് നോട്ട് ഇഫക്റ്റീവ് ആണ് എന്നാണ് നമ്മളുടെ നൾ ഹൈപ്പോത്തസിസ്. ദാറ്റ് ഈസ് ദി അഡ്വർടൈസ്മെൻറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ മ്യൂ എത്ര തന്നെയായിരിക്കും? 140 ഡസൻസ് തന്നെയായിരിക്കും. ഇതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഇനി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. എങ്ങനെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യാം? ദർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ വ്യത്യാസമുണ്ട്, തുല്യമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തിയതിന് ശേഷം ആവറേജ് സെയിൽസിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. കാരണം അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് ആവണമെങ്കിൽ സെയിൽസ് കൂടിയിട്ടുണ്ടാവണം. സോ നമ്മുടെ സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആവറേജ് സെയിൽസ് ഹാസ് ഇൻക്രീസ്ഡ്. ദാറ്റ് ഈസ് അഡ്വർടൈസ്മെൻറ്റ് ഈസ് ഇഫക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ദാറ്റ് ഈസ് മ്യൂ ഗ്രേറ്റർ ദാൻ 140. മ്യൂ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ മീനാണ്. ദാറ്റ് ഈസ് ആവറേജ് സെയിൽസ് ആണ്. അത് എന്തിനേക്കാൾ കൂടിയിട്ടുണ്ട്? 140യേക്കാൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ ഈ കേസിൽ N20 ആണ്, X ബാർ 147 ആണ്, അതുപോലെ S 16 ആണ്, മ്യൂ നോട്ട് 140 ആണ്. സോ സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആണ്, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം? ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഈ കേസിൽ നമ്മളോട് കമ്പാരിസൺ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കമ്പാരിസൺ ചോദിച്ചത്? അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണോ, പോപ്പുലേഷൻ മീൻ കൂടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. സോ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് അല്ല എന്ന് നൾ ഹൈപ്പോത്തസിസിലും അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ് ആണെന്നും സെയിൽസ് കൂടിയിട്ടുണ്ടെന്നും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇൻക്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഇതൊരു 1 tailed ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ഇത് 2 tailed അല്ല. ഈ കേസിൽ
ഇൻക്രീസിനെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് അത് വൺ ടെയിൽഡ് ടെസ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ടി നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് സ്മോൾ ആയതുകൊണ്ടും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരാത്തത് കൊണ്ടും സ്റ്റാൻഡേർഡ് എറർ കാണാൻ വേണ്ടി നമ്മൾ ഏത് ഫോമുല ഉപയോഗിക്കുന്നു? എസ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എൻ മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 20 മൈനസ് 1. ദാറ്റ് ഈസ് 16 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 19 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും 3.6707. സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ടി കണ്ടുപിടിക്കാം, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാം. ടി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ സീറോ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് 147 മൈനസ് 140 ഡിവൈഡഡ് ബൈ 3.6707. ഈ കേസിൽ മോഡുലസ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല, കാരണം 147 അതായത് എക്സ് ബാർ തന്നെയാണ് വലുത്, നെഗറ്റീവ് നമ്പർ വരുന്നില്ല. സോ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. 147 മൈനസ് 140 ഡിവൈഡഡ് ബൈ 3.6707. ദാറ്റ് ഈസ് 147 മൈനസ് 140 പോസിറ്റീവ് 7 കിട്ടും, ഡിവൈഡഡ് ബൈ 3.6707 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ടിയുടെ വാല്യൂ 1.9070 അല്ലെങ്കിൽ 1.907 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾക്ക് 5% ആണ് എന്ന് അസ്യൂം ചെയ്യാം. അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ടി ടെസ്റ്റ് അപ്ലൈ ചെയ്തതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 ആണ്. ദാറ്റ് ഈസ് 19. 20 മൈനസ് 1 ഈസ് ഈക്വൽ ടു 19 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതിൻ്റെ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. ടേബിൾ വാല്യൂ കാണാൻ വേണ്ടി ഡിസയേർഡ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഡിസയേർഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിനും നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ വൺ ടെയിൽഡ് ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൺ ടെയിൽഡ് ടെസ്റ്റിന് 5% ലെവലിൽ 19 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.093 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള ഡിസിഷൻ ക്രൈറ്റീരിയ ആണ്. കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി 1.907 ആണ്. ടേബിൾ വാല്യൂ ഓഫ് ടി 2.093 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെന്ന് നമ്മൾക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തിസിസിനെ ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തുല്യമാണ്, അഡ്വർടൈസ്മെൻറ്റ് നോട്ട് ഇഫക്റ്റീവ് ആണ് എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് ടി 1.907 ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ 2.093 at 5% level of significance for 19 degrees of freedom. So we accept H naught. That is, there is no significant difference between sample mean and പോപ്പുലേഷൻ മീൻ. സാമ്പിൾ മീനും പോപ്പുലേഷൻ മീനും തമ്മിൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ അത് രണ്ടും തുല്യമായിരിക്കും. അത് രണ്ടും തുല്യമാണെങ്കിൽ ഈ കേസിൽ നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. അഡ്വർടൈസ്മെൻറ്റ് നോട്ട് ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് മുൻപും അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിന് ശേഷവും റീറ്റെയിൽ ഷോപ്സിലുള്ള ആവറേജ് സെയിൽസ് പെർ വീക്ക് സെയിം ആണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഏത് ടെസ്റ്റ് നടത്തുന്നത്? ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ എന്നുള്ള ടെസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.